പ്രിയമിത്രങ്ങൾക്ക് നമസ്കാരം. 6 മാസം കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടുവാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അഭിലാഷങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, സമൂഹത്തിന് ഒരു ദ്രോഹവും ചെയ്യാത്തതും സഹചരെ കൂടി പരിപാലിക്കുന്നതും അതിലൂടെ സർവ്വവിധമായ ഐശ്വര്യമോ സമ്പൽ സമൃദ്ധിയോ കടത്തിൽ നിന്നുള്ള മോചനമോ ശാരീരികപരമായ ഉന്നതിയോ ഏതുമായിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹം, 6 മാസം ഭക്തിയുക്തമായ രീതിയിൽ പരിപൂർണമായ അർപ്പണബുദ്ധിയോടുകൂടി നിങ്ങൾ ഈ ഒരൊറ്റ മന്ത്രം മാത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ ഏതാഗ്രഹങ്ങളും സാധിക്കുവാൻ കഴിയും. ഞാനല്ല ഇത് പറയുന്നത്, ശ്രീമദ് ഭാഗവതം. ഈ മന്ത്രം ജപിച്ച് അതിൻ്റെ ഫലത്തെ നേടിയ ഉത്തമമായ ദൃഷ്ടാന്തത്തെ കൂടി ശ്രീമദ് ഭാഗവതം നമ്മുടെ മുമ്പിലേക്ക് കാട്ടിത്തരുന്നു. ഇന്നും ആ ദൃഷ്ടാന്തം നമ്മുടെ ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്നു. 6 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവൻ എന്ന ബാലന് സുരുചിയുടെ പുത്രൻ രാജാവായ ഉത്താനപാദൻ, അതായത് ധ്രുവന്റെ അച്ഛന്റെ മടിയിലിരിക്കുന്ന കണ്ടപ്പോൾ തനിക്കും അച്ഛന്റെ മടിയിലൊന്നിരിക്കണമെന്ന് ആഗ്രഹം തോന്നിയ ധ്രുവൻ അച്ഛന്റെ മടിയിലേക്ക് ഇരിക്കുവാനായി ഓടിയെത്തുമ്പോൾ ഇളയമ്മ തടയുന്നു. എൻ്റെ മകന് മാത്രമേ അച്ഛൻ്റെ മടിയിലിരിക്കാൻ കഴിയുകയുള്ളൂ, നിനക്കതിനുള്ള യോഗ്യതയില്ല, കടന്നു പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠതയുടെ പുത്രനായ ധ്രുവനെ ആട്ടി അകറ്റുന്നു. അച്ഛനൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇളയമ്മ അങ്ങനെ പറഞ്ഞിട്ടും പല ഭവനത്തിലെ ഭർത്താക്കന്മാർ അപ്രകാരമാണ്. ഭാര്യ എന്ത് പറഞ്ഞാലും റാൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് നിശബ്ദരായിരിക്കും. അങ്ങനെയും ഉണ്ട്. എന്തെങ്കിലും ആകട്ടെ, കുടുംബകലഹമില്ലാതിരുന്നാലും മതി. അതൊരു തെറ്റൊന്നുമല്ല. അതിലൂടെ കുടുംബകലഹം ഒഴിവാക്കാൻ കഴിയുന്നുവെങ്കിൽ അതൊരു സുഹൃതം തന്നെയാണ്. ഏതായാലും കരഞ്ഞുകൊണ്ട് ഉണ്ണി തൻ്റെ മാതാവായ സുനീതിയുടെ അരികിലേക്ക് എത്തി. ആ പേരിലുമുണ്ട് അതിൻ്റെ അർത്ഥതലം. സർവത്തിലും ന്യായം നീതി കാണുന്നവൾ, ആരോടും ഒരു വകതിരിവോ വേറുകൃത്യമോ അധാർമിക ബോധമോ ഇല്ലാത്തവൾ ആരോ അവൾ സുനീതി. സുനീതി എന്ന തൻ്റെ മാതാവിൻ്റെ അരികിലേക്ക് ധ്രുവൻ കരയുന്നു. അച്ഛൻ്റെ മടിയിലിരിക്കുവാൻ ഇളയം എന്നെ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താ സുനീതി പറഞ്ഞത്? ഇപ്പൊ തന്നെ ഞാൻ സുരുചിക്ക് 2 എണ്ണം കൊടുക്കാം, അവൾക്ക് 2 പരീക്ഷ വാക്ക് പറഞ്ഞുകൊണ്ട് അവളെ അധിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഉത്താനപാദന്റെ ജീവിതത്തിലേക്ക് ആദ്യം വന്നത് ഞാൻ, അതുകൊണ്ട് എൻ്റെ മകന് അതിനുള്ള അവകാശം, എൻ്റെ മകനാണ് അതിനുള്ള അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് പമ്പും വീമ്പും യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ അലങ്കോലം ഉണ്ടാക്കാം എന്നല്ല ചിന്തിച്ചത്. മറിച്ച് പക്വതവതിയായ ഉത്തമ ഈശ്വരവിശ്വാസിയായ സുനീതി തൻ്റെ പുത്രനോട് പറയുന്നു, മകനെ, നീ ഈശ്വരനോട് പറയൂ, അമ്മയ്ക്ക് അതിനുള്ള കരുത്തില്ല, മകൻ്റെ ആഗ്രഹം സാധിച്ചു തരാനുള്ള ശേഷി അമ്മയ്ക്കില്ല. പക്ഷേ മകൻ്റെ ആഗ്രഹം സാധിച്ചു തരാനുള്ള ശേഷിയുള്ള ഒരാളുണ്ട്, ഒരു ചൈതന്യമുണ്ട്. നീ ആഗ്രഹിക്കുന്നത് ഏതും ന്യായമാണെങ്കിൽ, നീതിയുക്തമാണെങ്കിൽ, ധാർമ്മികമായിട്ടുള്ളതാണെങ്കിൽ നിന്റെ ആഗ്രഹം നേടിത്തരുവാൻ അദൃശ്യമായ ശക്തിയുണ്ട്, സർവദാ നിന്നോടൊപ്പം വർത്തിക്കുന്ന ശക്തിയുണ്ട്. അതുകൊണ്ട് ആ സർവേശ്വരനായ നാരായണനോട്, പൊന്നുമോനെ, നീ നിന്റെ ആഗ്രഹം പറയോ, കുട്ടികൾ വിളിച്ചാൽ ഭഗവാൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കണേ. അനാവശ്യമായ കാര്യങ്ങൾ കുട്ടിയിലേക്ക് എത്തിക്കാതെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കണം. 3 മിനിറ്റ് കൊണ്ട് അത്ഭുതം സംഭവിക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത്. ഏതൊരു കാര്യവും ആത്മസമർപ്പണത്തോട് ചെയ്യണം. അതിനൊരു അല്പം സമയം ആവശ്യമാണ്. മനസ്സിനെ പാകപ്പെടുത്തണം. വളരെ വേഗത്തിൽ ലക്ഷ്യം നേടാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു വീഡിയോയുടെ ആദ്യത്തെ 1 മിനിറ്റും അവസാനത്തെ 1 മിനിറ്റും കണ്ടാൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് അല്പം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നേടുവാൻ കഴിയൂ. കാരണം കൺകെട്ട് വിദ്യയല്ല, ചെപ്പടി വിദ്യയല്ല, അവനവൻ്റെ സാധനാ പ്രക്രിയയിലൂടെ നേടേണ്ടതാണ് ഈ തലമെല്ലാം. അതുകൊണ്ട് തന്നെ സുനീതി തൻ്റെ പുത്രനോട് പറയുന്നു, സർവേശ്വരനായ ഭഗവാനോട് പറയുമ്പോൾ എപ്രകാരമാണ് പറയേണ്ടത്, ഈ ഭഗവാൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ സുനീതി പറയുന്നു, നീ സ്വസ്ഥമായ ഒരിടത്തിരുന്നു കൊണ്ട് പരിപൂർണമായ ഏകാന്തതയോടുകൂടി ധ്യാനിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ഈ കൊട്ടാരത്തിൽ ശബ്ദമയമായ അന്തരീക്ഷമാണ്, മകന് സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ട് പൊന്നുമോനെ, അമ്മ കേട്ടിട്ടുണ്ട് ഋഷിവര്യന്മാർ വനത്തിലിരുന്ന തപസ് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ മോനും വനത്തിലേക്ക് പോക്കുള്ളൂ. അയ്യോ, വനത്തിൽ ഭീകരഹിന്ദുക്കളില്ല. ഒരു കുഴപ്പമില്ല മോനെ, നീ മറ്റുള്ളവയെ ദ്രോഹിക്കാതിരുന്നാൽ അവ നിന്നെയും ദ്രോഹിക്കില്ല. എന്ന് മാത്രമല്ല, സർവേശ്വരനെ പ്രീതിപ്പെടുത്താൻ പോകുന്നവനെ പരിപാലിക്കുക എന്നത് സർവേശ്വരന്റെ ധർമ്മമാണ്, കടമയാണ്. അതുകൊണ്ട് ഭഗവാനെ നീ വിശ്വസിക്കൂ, നിന്നോടൊപ്പം ഭഗവാനുണ്ട്, നിന്റെ പരിപൂർണമായ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുത്തുകൊള്ളും എന്ന വിശ്വാസത്തോടുകൂടി നീ ഭഗവാനെ കാണുവാനായി പുറപ്പെടൂ, നിന്റെ ഏതാഗ്രഹം സാധിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തൻ്റെ പുത്രനെ തപസ് ചെയ്യാനായി പറഞ്ഞു വിടുന്നു. പുത്രൻ കൊട്ടാരത്തിൽ നിന്നിറങ്ങി വനത്തിലേക്ക് കടന്നു പോകുമ്പോൾ 6 വയസ്സുള്ള ധ്രുവൻ എന്ന് പറയുന്ന ഈ ബാലകൻ വനത്തിലേക്ക് പോകുന്ന കാഴ്ച അത്ഭുതത്തോടു കൂടി കാണുന്നു നാരദ ബ്രഹ്മർഷി. ഇവന്റെ മനസ്സിനെ ഒന്ന് പരിശോധിക്കണം, ഇവന്റെ മനസ്സിൻ്റെ ഉറപ്പൊന്ന് അളക്കണം, ഇല്ലെങ്കിൽ അവനെ തിരികെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടണമെന്ന ചിന്തയോടുകൂടി നാരദ ബ്രഹ്മർഷി ആ പുത്രന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ തൻ്റെ
അച്ഛന്റെ അരികിൽ നാരദ ബ്രഹ്മർഷി എത്തുമ്പോൾ അച്ഛൻ നാരദ ബ്രഹ്മർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നത് കണ്ടതായി ഓർമ്മയുള്ള ധ്രുവൻ നാരദ ബ്രഹ്മർഷിയെ കണ്ടപാടെ അദ്ദേഹത്തിന്റെ പാദങ്ങളിലേക്ക് വീണ് ദണ്ഡ നമസ്കാരം ചെയ്യുമ്പോൾ നാരദ ബ്രഹ്മർഷി പിടിച്ചുയർത്തി ചോദിക്കുന്നു, പുത്ര, നീ എവിടേക്കാ പോകുന്നത്? ഞാൻ തപസ് ചെയ്യാൻ തപസോ? തപസിന്റെ അർത്ഥം നിനക്കറിയാമോ ഉണ്ണി? 6 വയസ്സല്ലേ ഉള്ളു, കളിപ്പാട്ടം കൊണ്ട് പന്ത് കൊണ്ട് കളിച്ച് നടക്കേണ്ടവനല്ലേ, കൊട്ടാരത്തിലേക്ക് മടങ്ങി പോകും? ഇല്ലല്ലേ, ഞാൻ പോകില്ല. എൻ്റെ അമ്മ പറഞ്ഞു, ചോദിക്കുന്നത് എന്തും തരുന്ന നാരായണനുണ്ട്, നാരായണനെ കാണണമെങ്കിൽ ഏകാന്തമായ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഋഷിവര്യന്മാർ പ്രാർത്ഥിക്കാനിരിക്കുന്ന വനമാണ് അതിൽ ഉത്തമം എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. കുട്ടിയെ, കാടിനെ പറ്റി നിനക്ക് വല്ല ബോധ്യമുണ്ടോ? കരടിയുണ്ട്, സിംഹമുണ്ട്, വിഷസർപ്പങ്ങളുണ്ട്, പകൽ പോലും കൂരിരുട്ടാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടിയെ പരിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ധ്രുവൻ നാരദ ബ്രഹ്മർഷിയോട് പറയുന്നു, അല്ലയോ ബ്രഹ്മർഷി, അങ്ങ് സർവ്വസമയവും ലോക നന്മയ്ക്ക് വേണ്ടി വീണയും വീട്ടി നാരായണ നാരായണ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മഹാനുഭാവനല്ലേ? അങ്ങ് നാരായണന്റെ അരികിലേക്ക് എത്തുവാൻ, നാരായണ നാമം ജപിക്കുവാൻ, അല്ലെങ്കിൽ നാരായണൻ ദർശിക്കുവാൻ മുതിർന്ന എന്നെ പോലെയുള്ള ഒരു സാധു ബാലനെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത് ന്യായമാണോ? ഭഗവാനെ ദർശിക്കുവാനുള്ള വളരെ വേഗത്തിലുള്ള മാർഗമല്ലേ അല്ലയോ ഋഷിവര്യ അങ്ങേ എനിക്ക് ഉപദേശിച്ചു തരേണ്ടത്? അതുകൊണ്ട് മാമുനെ, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. നാരായണ പ്രാപ്തിക്ക് അനുയോജ്യവും ഉത്തമമായ മാർഗത്തെ അങ്ങേ എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ബാലന്റെ മനോഹരമായ മുഖം ദർശിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദത്തിനുടമയായി മാറുന്ന നാരദ ബ്രഹ്മർഷി ഇത്രയേറെ ആനന്ദം താൻ ഭുജിച്ചിട്ടേ ഇല്ല. എന്തൊരു ഉറച്ച വിശ്വാസം, എന്തൊരു ഉത്തമമായ ഭക്തി! അമ്മയുടെ വാക്കിനെ എത്രത്തോളം സത്യമായി വിശ്വസിക്കുന്നു! ഈ ബോധം ആധുനിക സമൂഹത്തിലും ഉണ്ടാകണം. എൻ്റെ അമ്മ പറയുന്നത് എൻ്റെ നന്മയ്ക്കാണ് എന്ന് നമ്മുടെ സമൂഹത്തിലെ എത്ര കുട്ടികൾക്ക് ബോധ്യമുണ്ട്? ഈ ബോധ്യമില്ലാത്തതാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാവിധമായ മൂല്യച്യുതിക്കും കാരണം. കുട്ടികളുടെ ദുസ്വഭാവത്തിന് കാരണം കുട്ടികൾ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നുവെങ്കിൽ തന്റെ മാതാവിലും പിതാവിലും ഇല്ലാത്ത വിശ്വാസത്തിന്റെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസമാണ് നേടേണ്ടത്. എൻ്റെ കുട്ടിയുടെ എല്ലാമാണ് ഞാനെന്ന് എനിക്കും എൻ്റെ കുട്ടിക്കും ബോധ്യം വേണം. എൻ്റെ എല്ലാമാണ് എൻ്റെ അച്ഛനും അമ്മയും. ഈ ബോധമാണ് സുനീതി ഭാഗവത കഥയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അതുമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ആ ഉണ്ണിയുടെ ഉറച്ച തീരുമാനം കണ്ടപ്പോൾ നാരദ ബ്രഹ്മർഷി പറഞ്ഞു, പുത്ര, നിന്റെ അത്ഭുതകരമായ ഇച്ഛാശക്തിയിൽ ഞാൻ അത്ഭുതസ്തബ്ധനാകുന്നു. അതുകൊണ്ട് നിന്നെ നാരായണ ശബ്ദത്തിലേക്ക് എത്തിക്കുവാനുള്ള ദിവ്യമായ മാർഗം ഞാൻ പറയാം. ഇവിടെ നിന്ന് അല്പം പോയാൽ സ്വച്ഛമായ ഒരു സ്ഥലമുണ്ട്. അവിടെ യാതൊരു വന്യജീവികളുടെ യാതൊരു ശല്യം ഉണ്ടാകില്ല. അവിടെ ഏകാന്തമായ സ്ഥലം തിരഞ്ഞെടുത്ത് നീ അവിടെ ഇരുന്ന് ഇരുകൈകളും തൊഴുതുകൊണ്ട് നാരായണന്റെ ശംഖുചക്ര ഗദാധാരിയായ ആ നീലക്കാർമുകിൽ വർണ്ണന്റെ മനോഹര രൂപത്തെ പുത്ര മനസ്സിലേക്ക് സ്മരിക്കൂ. എന്തൊരു മനോഹരമായ കണ്ണുകൾ! താമരപ്പൂവിതൾ പോലെ മനോഹരമായുള്ള കണ്ണുകൾ. പിന്നെയോ തിരുനാസിക, ഒന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത മനോഹരമായ തിരുനാസിക. അവിടുത്തെ കാതിലെ ദിവ്യമായ കുണ്ടലങ്ങളും ഭഗവാനെ എത്ര മനോഹരമാണ്! ഇനിയും അവിടുത്തെ ചെന്തൊണ്ടിപ്പഴം പോലെയുള്ള തിരുവധരങ്ങൾ, അതിനുമപ്പുറം സദാ പുഞ്ചിരി പൊഴിക്കുന്നതും സർവ്വവിധമായ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതും ഭക്തന്റെ പരിപൂർണമായ രക്ഷ ഞാൻ തന്നെയാണ് എന്ന് തന്നെ ദർശിക്കുന്നവന് സർവദാ ബോധ്യപ്പെടുത്തുന്നതുമായ ഭക്തവത്സലനായ ശ്രീഹരിയുടെ തിരുമുഖ കമലം എൻ്റെ ഉണ്ണി നീ മനസ്സിലങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, മന്ത്രേ നാനേന ദേവസ്യ കുര്യാദ്രവമയം ബുധഃ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം മാത്രം നീ ജപിച്ചാൽ മതി. നാരായണൻ നിന്റെ സവിധത്തിലേക്ക് എത്തും എൻ്റെ പുത്ര എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നിറകയിൽ കൈവച്ച് അനുഗ്രഹിച്ച് നാരദ ബ്രഹ്മർഷി യാത്രയാകുമ്പോൾ നാരദ ബ്രഹ്മർഷി നിർദ്ദേശിച്ച ഭാഗത്തേക്കെത്തി സ്വസ്ഥനായി അവിടെ ഇരുന്നു നാരായണന്റെ ദിവ്യമായ രൂപത്തെ സ്മരിച്ചുകൊണ്ട് തൊഴുകൈകളോടുകൂടി ധ്രുവൻ പ്രാർത്ഥന ആരംഭിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തിട്ടും ഋഷിവര്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനാകാതിരുന്ന നാരായണൻ കേവലം 6 മാസം 6 വയസ്സുള്ള ബാലൻ നാമം ജപിച്ചപ്പോൾ ഈ ഒരൊറ്റ നാമമായിരുന്നു ആ ഉണ്ണിയുടെ നാവിൽ നിന്ന് ഉയർന്നത്. 6 മാസത്തെ പരിപൂർണമായ ഏകാഗ്രതയോടുകൂടി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ട് കുടിക്കുന്നതും കഴിക്കുന്നതും എല്ലാം മറന്നുകൊണ്ട് നാരായണിൽ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് സമർപ്പണ ബുദ്ധിയോടുകൂടി ആ ഉണ്ണി ജപിക്കുമ്പോൾ നാരായണന് ധ്രുവന്റെ അരിയിലേക്ക് വരാതിരിക്കുവാനേ കഴിഞ്ഞില്ല. സമസ്ത ഋഷിവര്യന്മാരും ആ ഭക്തന്റെ ആ ഉത്തമനായ ഉണ്ണിയുടെ പ്രാർത്ഥനയെ ദർശിക്കുന്നു. നാരായണൻ ഇവിടെ എന്താണ് കാട്ടുന്നതെന്ന് അത്ഭുതത്തോടു കൂടി വീക്ഷിക്കുമ്പോൾ ഗരുഡോപരിയേറിയ നാരായണൻ ആ ഉണ്ണിയുടെ അരികിലേക്ക് എത്തി ധ്യാനനിഷ്ഠനായിരിക്കുന്ന ആ ഉണ്ണിയെ പുൽകിപ്പുണരുന്നു ഭഗവാൻ. എത്ര ഗംഭീരമായ തലം! ഭഗവാന്റെ മാറോട് ചേർത്ത് പുൽകിപ്പുണരുന്നു. പുത്രാ, ഞാൻ നിനക്ക് എന്താ തരേണ്ടത്
എന്ന് ചോദിക്കുമ്പോൾ, ഭഗവാനെ, ഉത്തമകരമായ ഈ രൂപം മങ്ങാതെ മായാതെ മരണം വരെ അടിയന്റെ മനതാരിൽ നിൽക്കണം. അഥവാ മരണം സംഭവിച്ചാലും അങ്ങയിൽ നിന്ന് പിന്മാറാതെ അങ്ങയുടെ പാദകമലങ്ങളിലെ ഒരു പൂജാ പുഷ്പമായി അടിയനെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ താൻ എന്തിനാണ് ഭഗവാനെ ധ്യാനിച്ചതെന്ന് പോലും മറന്നുപോകുന്നു. പക്ഷെ ഭഗവാൻ മറന്നില്ല. ചോദിക്കാൻ മറന്നുപോയി ഭക്തനെങ്കിലും ഭഗവാൻ അറിയാം അവൻ എന്തിനു വേണ്ടിയിട്ടാണ് തന്നെ ഭജിച്ചത് എന്ന്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നിന്റെ സർവ്വവിധമായ കാമനകളും നിനക്ക് പൂർത്തീകരിക്കട്ടെ. ഈ ഭാരതം കണ്ട ഉത്തമനായ ഭരണാധിപനായി നീ മാറട്ടെ. നിന്റെ ഈ ദേഹം ഉപേക്ഷിച്ചാലും സൗരയൂഥ മണ്ഡലങ്ങളിൽ ധ്രുവനക്ഷത്രം എന്ന പേരിൽ നീ അറിയപ്പെടും. വിശ്വപ്രകൃതി എന്ന് വരെയുണ്ടോ അന്ന് വരെ അന്തരീക്ഷത്തിൽ സദാ ജ്യോതിസോടുകൂടി വർത്തിക്കുന്ന ധ്രുവനക്ഷത്രമായി നീ മാറട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. നോക്കുന്നു ആ മന്ത്രത്തിന്റെ പ്രസക്തി. ഇതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അവന്റെ ഉള്ളിലെ കഴിവിനെ ഉയർത്തണം. നിനക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് നീ നേടേണ്ടത് നാരായണ ഭക്തിയാണ്, നാരായണ വിശ്വാസമാണ്. അതുണ്ടെങ്കിൽ നിനക്ക് പഠനത്തിലാകട്ടെ, കർമ്മ മേഖലകളിലാകട്ടെ, സമൂഹത്തിന്റെ മാതൃകാ പുരുഷനായി നിനക്ക് മാറാം. കാരണം ഇന്നത്തെ ഓരോ സന്തതികളുമാണ് നാളെ ഈ സമൂഹത്തെ നയിക്കപ്പെടേണ്ടവർ. എൻ്റെ സന്തതി കൊണ്ട് എനിക്ക് അപമാന ഭാരത്താൽ എൻ്റെ ശിരസ് താഴുകയല്ല വേണ്ടത്. എൻ്റെ സന്തതിയുടെ പ്രവർത്തനത്താൽ, അവൻ്റെ മികവുറ്റ ധാർമ്മിക ബോധത്താൽ, സദാചാര ബോധത്താൽ, സഹജീവികളുടെ സ്നേഹത്താൽ, അഭിമാനത്തോടു കൂടി എനിക്ക് നടക്കണം. ആ തലത്തെ പ്രാർത്ഥിച്ചുകൊണ്ടാകണം നമ്മൾ നമ്മുടെ സന്തതികൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 6 മാസം മാത്രം ജപിച്ചാൽ, അതും ജപിക്കുമ്പോൾ കേവലം മാസം നോക്കി ജപിക്കരുത്. പരിപൂർണമായ ശുദ്ധിയോടും ഹൃദയ ഭക്തിയോടും കൂടി ജപിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ഏതാഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ നാരായണ നാമം, ഓം നമോ ഭഗവതേ എന്ന ദ്വാദശാക്ഷരി മന്ത്രം, 12 അക്ഷരങ്ങളാൽ പൊരുത്തപ്പെട്ട മണിമാല പോലെയുള്ള, മുത്തുമാല പോലെയുള്ള മനോഹരമായ മന്ത്രം ജപിക്കൂ. പണ്ഡിതനാവേണ്ടതില്ല, എഴുതി പഠിക്കേണ്ടതില്ല, എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാം. സമയകാല ദേശങ്ങൾക്കെല്ലാം അതീതമാണ്. എപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നോ, എപ്പോൾ നിങ്ങൾക്ക് ജപിക്കണമെന്ന് തോന്നുന്നോ അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കൂ. ജപിക്കുമ്പോൾ നാരായണ രൂപം മനസ്സിൽ കാണണം. ഈ മന്ത്രത്തിന്റെ ദിവ്യശക്തിയെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയ അനേക കണക്കിന് ഋഷിവര്യന്മാരുണ്ടായിരുന്നു. നമ്മുടെ സമീപകാലത്തിൽ നമ്മിലേക്ക് ഈ മന്ത്രത്തെ എത്തിക്കുവാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച മഹാനുഭാവനായ ഗുരുവരനായിരുന്നു കരിവറ്റ ഗോലോകാശ്രമ മഠാധിപതിയും അതിൻ്റെ സ്ഥാപകനുമായിരുന്ന സദ്ഗുരുദേവനായ ശ്രീരാമഭദ്രാനന്ദ പരമസദ്ഗുരുദേവൻ. ആ പരമസദ്ഗുരു തൻ്റെ ജനനം മുതൽ തൻ്റെ സമാധി സമയം വരെ സമസ്ത ജീവജാലങ്ങളിലേക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ എത്തിക്കുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശ്രമം. ഏവരോടും ആ മന്ത്രത്തിന്റെ മഹിമ പറഞ്ഞു കൊടുത്തു. അതിലൂടെ ആ പ്രദേശം മുഴുവൻ ഉദ്ധരിച്ചു. ഇന്നും കരിവറ്റ ഗോലോകാശ്രമത്തിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടാൽ കാറ്റിൽ ചാഞ്ചാടുന്ന ആലിലകൾ ഓരോന്നും ഗുരുദേവൻ ഉപദേശിച്ചു കൊടുത്ത ദിവ്യമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ കർമ്മപുടങ്ങളിൽ വന്നെത്തുന്ന അത്ഭുതകരവും അതിശയകരവുമായ കാഴ്ച നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഗുരുക്കന്മാര് പറഞ്ഞു തന്നത് നല്ലത് തന്നെയാണ്, ഉത്തമം തന്നെയാണ്. അവരുടെ അറിവിൻ്റെ വെളിച്ചത്തിൽ അവർ നമ്മളോട് പറഞ്ഞു തന്നതാണ്. നമ്മൾ ഈ മന്ത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എന്തും നേടാൻ കഴിയും. ഈ ഒരൊറ്റ മന്ത്രം എൻ്റെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മതി എന്ന വിശ്വാസത്തോടു കൂടി നാരായണനെ മനസ്സിൽ കണ്ടുകൊണ്ട് നാവ് കൊണ്ട് നാരായണ നാമം ജപിക്കൂ. സർവം സമർപ്പയ. ഹരി.